ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യൂബോൻ്റെ ഒരു ഡാഷ് ക്യാമിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തതാണ് കേട്ടോ. എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ബ്രാൻഡിലെ ഒരു അടിപൊളി ഡാഷ് ക്യാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ റെഡ് ടൈഗർ എന്ന് പറയുന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഡാഷ് ക്യാമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇത് 12,000 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്കിത് എത്രത്തോളം ആ പ്രൈസിന് ഇത് വെറുതെയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്തോട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫീച്ചേഴ്സും അതിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് ഉള്ളത്, എങ്ങനെ ഫിറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലകത്തോട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് ഇത്തരം വലിയൊരു ബോക്സിനകത്താണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാലോ. ഇതാണ് നമ്മുടെ ബോക്സ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് എല്ലാം ഒന്ന് കാണിച്ച് നോക്കട്ടെ. കറക്റ്റ് നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് ഇതാണ്. റെഡ് ടൈഗറിൻ്റെ F7 NP എന്ന് പറയുന്ന മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയത് എന്നൊക്കെ ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഐറ്റം അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പുറത്തെടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. അതായത് ഫ്രണ്ടിലെ ക്യാമറയാണ് വരുന്നത്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ മറ്റേ സക്ഷൻ കപ്പാണ് വരുന്നത് കേട്ടോ. അത് നമ്മുടെ മറ്റേ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന സക്ഷൻ കപ്പാണ്, ഈ മോഡലാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ GPS-ൻ്റെ ഇതാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ മാറ്റി വെച്ചേക്കാം. പിന്നെ വരുന്നത് നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂസർ മാനുവലും സംഭവങ്ങളൊക്കെ ആയിരിക്കും, എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ വാറണ്ടി കുറച്ച് കാര്യങ്ങളായിരിക്കാം. പിന്നെ ഇതിനകത്തായിരിക്കണം നമുക്ക് നമ്മളെ വയറിങ് കിറ്റുകളൊക്കെ വരുന്നത്. അതെ, നമ്മുടെ വയറിങ് കിറ്റുകളെല്ലാം ഇതിനകത്തോട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ക്യൂബോനേക്കാളും ഇതിൻ്റെ അപ്പുറത്ത് വരാൻ പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ റിയർ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ ഉണ്ട്, അതിനനുസരിച്ചുള്ള വയറിങ് കിറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഇത് ഫ്രണ്ടിൽ ക്യാമറേൻ്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ അതിനൊപ്പമുള്ള ഇത്ര മീറ്റർ വയറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വരുന്നത് സെപ്പറേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മൾ വയർ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 3Mൻ്റെ 2 സൈഡ് ഇൻസുലേഷനൊക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക ചാനലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ വരുന്നത് നമ്മൾ ഇതിലുള്ള പോലെ തന്നെ നമ്മളെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ടൂളും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ റിയർ ക്യാമറ വരുന്നത്. ഇത് നമുക്ക് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വരുന്നത് നമ്മളെ ഓഡിയോ ജാക്ക് പോലത്തെ ഒരു പിന്നാണ്. അത് നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമറയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൽ 3.18ൻ്റെ IPS സ്ക്രീനാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ 4K GPS വൈഫൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിലേക്കുള്ള സ്ക്രീൻ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സൈഡിലെല്ലാം മെനു ഓപ്ഷൻ മാറ്റാനുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് റെഡ് ടൈഗറിൻ്റെ തന്നെ ഒരു 32 GB ഒരു മെമ്മറി കാർഡും കൂടി
ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. റെഡ് ടൈഗറിൻ്റെ സ്വന്തം ഓൺ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മോട്ടോർ ക്ലബ്ബ് ഷോപ്പിലേക്ക് നമ്മൾ ഈ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. നമ്മുടെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പണികളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനതിൻ്റെ സൂപ്പർമാൻ്റെ ഒരു ലോഗോ കൂടി ഇതിനകത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെ പരിപാടി എല്ലാം വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാബിനകത്തുള്ള നമ്മൾ സ്ക്രീനകത്തുള്ള കാണുന്ന ഒരു വ്യൂ കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി ഇതിനകത്തുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കറക്റ്റായിട്ട് വിസിബിളാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ വരും നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ ഫ്രണ്ടിൽ. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ രാത്രിയിലെ ഇത് ക്യാബിനകത്തുള്ള വ്യൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തത്തെ വ്യൂസ് ഒന്ന് കണ്ടു നോക്കാം.